വർഷങ്ങൾക്ക് മുൻപ് വിജയുടെ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഞാനുൾപ്പെടെ കുറേ പേര് കളിയാക്കുമായിരുന്നു. 2 ഷർട്ടൊക്കെ ഇട്ട് ഒരേ കോലം, എല്ലാ സിനിമയിലും ഒരേ കോലം. ഇയാൾക്ക് ഇയാൾക്കെന്താ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പല കാര്യങ്ങൾ ചിന്തിച്ച് കളിയാക്കി. വിജയുടെ ഫാൻസ് ഇഷ്ടം പോലെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇരുത്തി കളിയാക്കുമായിരുന്നു. പക്ഷെ അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല വിജയ്ക്ക് ഭാവിയെ മുൻകൂട്ടി കണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്, നല്ലൊരു മനസ്സുണ്ട്. ഇന്ന് ടി വിക്ക് അടുത്ത ഇലക്ഷനിലേക്ക് മത്സരിക്കുമ്പോൾ വിജയിക്കുന്ന ഒരു 90% ആൾക്കാർക്കും നല്ല പ്രതീക്ഷയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2000-ൻ്റെ തുടക്കങ്ങളിലാണ് വിജയ്ക്ക് ഇത്രയധികം ആരാധകർ വരാൻ തുടങ്ങിയത്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ കേരളത്തിലോ തമിഴ്നാടോ മാത്രമല്ല, ഓൾ ഇന്ത്യ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് ഒരു പാൻ ഇന്ത്യ സ്റ്റാർ തന്നെയാണ്. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇടയിലും നല്ലൊരു ഇമേജാണ് വിജയ്ക്കുള്ളത്. ഇപ്പോൾ ഇനി പെരുമാറ്റത്തിൻ്റെ കാര്യമാണെങ്കിലും, ഇനി ആക്ടിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഫൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ലൊരു ഫാൻ ബേസ് ഓൾ ഇന്ത്യ വിജയ്ക്കുണ്ട്. ഇനി ഈ ടി വി കെയുടെ കാര്യം വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2000-ലാണ് തുടങ്ങുന്നത്, ഇത്ര ഫാൻ ബേസ് കൂടിക്കൂടി വരുന്നത്. അങ്ങനെ 2009 വിജയ് മക്കൾ ഇയക്കം, വിജയ് മക്കൾ മൂവ്മെൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ ഒരു വിജയ് ഫാൻസ് ക്ലബ്ബ് എല്ലാം കൂടെ എന്ത് ചെയ്തു, ഏകീകരിച്ചു. അതിനുശേഷം അവർ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പങ്കെടുത്തു. അതിൽ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കാരണം 169 സീറ്റിൽ 115 സീറ്റിലും അവർ മത്സരിച്ച് വിജയിച്ചു. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം. വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിജയ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. വ്യക്തമായ പ്ലാനിങ് ആയിരുന്നു. അതിലൊരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 2009 തൊട്ട് ഈ 2024 ഫെബ്രുവരി 2 വരെ അദ്ദേഹം വളരെ വ്യക്തമായ പ്ലാനിങ്ങിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്തു. നമുക്ക് തന്നെ അറിയാം, ഫാൻസ് ആണെങ്കിലും വെൽഫെയർ കമ്മിറ്റി കാര്യങ്ങളിലാണെങ്കിലും എല്ലാത്തിലും വേറൊരു ടച്ച് ഉണ്ടായിരുന്നു. അത് തമിഴ്നാട് ജനങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് ഇഞ്ചെക്റ്റ് ആയി പോയിട്ടുണ്ട്. ഒരാൾ പോലും ഹെയ്റ്റേഴ്സ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് പുള്ളിക്ക് ഹെയ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരുവാണെങ്കിൽ മേ ബി മറ്റ് ഫാൻസ് ക്ലബ്ബ് ഉൾപ്പെടെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. നമുക്കറിയാം, തമിഴ്നാട് ഓരോ രാഷ്ട്രീയ പാർട്ടിയും മതം, ജാതി ബേസ് ചെയ്തിട്ടാണ് അവർ സീറ്റിലേക്ക് മത്സരിക്കുന്നതും വിജയിക്കുന്നതും ഭരിക്കുന്നതും എല്ലാം. പക്ഷേ വിജയുടെ ചിന്തയെ വേറെയാണ്. ജാതി മതം ഒന്നുമല്ല, വിദ്യാഭ്യാസം, കഴിവ്, ഈ ഒരു കാര്യങ്ങളിലാണ് പുള്ളി കൂടുതലായിട്ടും എഫേർട്ട് എടുക്കുന്നത്. അവിടെ കേരളം പോലെയല്ല തമിഴ്നാട്. ഇപ്പോൾ മീഡിയാസ് ആണെങ്കിലും അതേപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും വ്യക്തികളാണെങ്കിലും ജനങ്ങളാണെങ്കിലും കേരളത്തിൽ നിന്ന് വളരെ ഡിഫറെൻ്റാണ് അവരുടെ ചിന്താഗതി. അവരിപ്പോഴും പല നൂറ്റാണ്ട് മുമ്പെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങടേക്ക് എത്തിയിട്ടില്ല, സ്വന്തം കാര്യങ്ങൾ മാത്രം. അതല്ല, ഇപ്പോൾ അവിടെ ഉണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങളും, വൈദ്യുതിയുടെ പ്രശ്നം, അതേപോലെ വെള്ളത്തിൻ്റെ പ്രശ്നം, ഇതൊന്നും മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതെല്ലാം വ്യക്തമായിട്ട് വിജയിക്കറിയാം എവിടെയാണ് പ്രശ്നം നടക്കുന്നത്, അവിടേക്ക് എങ്ങനെ ഇടപെടണം. അതുകൊണ്ട് തന്നെയാണ് 2024 ഫെബ്രുവരി 2 TVK എന്ന പാർട്ടി രൂപീകരിക്കുമ്പോൾ പുള്ളിക്ക് വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു, എവിടെ എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളത്. എൻ്റെ ഒരു അറിവ് പ്രകാരം ഒരു 80% വിജയ് തന്നെയാണ് തമിഴ്നാട് വിജയിക്കാൻ പോകുന്നത്. കാരണം അത് അങ്ങനെയാണ്. അദ്ദേഹത്തിന് ഒരു കോമാളിയായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ രാഷ്ട്രീയത്തിലേക്ക് കയറി വന്ന് കുറേ പൊട്ടത്തരം പറഞ്ഞ ആളായിട്ടോ കാണരുത്. പുള്ളി മേ ബി ഒരു സിനിമ തന്നെ ആയിരിക്കാം, ബട്ട് പുള്ളി നല്ലൊരു മനുഷ്യനാണ്. പുള്ളിക്ക് നല്ലത് ചെയ്യാൻ കഴിവുണ്ട്. നിങ്ങൾ ആലോചിക്കണം, പുള്ളി ഒരു സിനിമയിൽ കോടികളാണ് മേടിക്കുന്നത്. ആ കോടികൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് ജനങ്ങളെ സേവിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ പുള്ളിക്ക് കൃത്യമായ ഉദ്ദേശമുണ്ട്.
എന്തായാലും ഭാവിയിൽ നമുക്കെല്ലാവർക്കും തമിഴ്നാടിൻ്റെ നല്ല നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആസ് എ നെയ്ബർ.